അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആകാറായി അങ്ങനെ ഓരോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്ത് പോയ വിശേഷങ്ങളും ഇതൊക്കെ കുറച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ പുറത്ത് പോക്ക് അങ്ങനെ കുറച്ച് കുറവാണ് കേട്ടോ. ഉണ്ണിക്കാണെങ്കിൽ എക്സാമാണ്. അപ്പോൾ CBSE എക്സാം ഈ തവണ നേരത്തെ തുടങ്ങുന്ന 17-ാം തീയതി എക്സാമാണ്. ഇപ്പോൾ മോഡലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഹൗസ് വാമിങ്ങിന് പോയതും ആ വിശേഷങ്ങളും ഇത് കുറച്ച് കാണിക്കാം. പിന്നെ ഇന്ന് ഒരു ശനിയാഴ്ചത്തെ ഇന്ന് അവധിയാണ്. ഇന്ന് പിള്ളേരൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതെ നല്ല രസമാണ് കിളികളുടെ ശബ്ദവും ഇതൊക്കെ കേട്ട് ഇങ്ങനെ പത്രം വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ പത്രവും വായിച്ച് ഇങ്ങനെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം നോമ്പൊക്കെ വരായിരുന്നു നമ്മുടെ ഇത് പറമ്പ് ഇതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഭായിമാർ അന്നെല്ലാം വൃത്തിയാക്കിയപ്പോൾ ഒക്കെ എല്ലാം നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അകത്തൊക്കെ നമ്മളൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ കർട്ടനും ഇതൊക്കെ കഴുകി എല്ലാം പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ. ഇന്നെനിക്ക് തോന്നി ബീഫ് നല്ല കല്യാണ വീട്ടിലൊക്കെ വയ്ക്കണ പോലെ ഇപ്പം എപ്പോഴും പറയലാണല്ലോ കല്യാണ വീട്ടിൽ നെയ്ച്ചോറ് കുറിച്ച് ഇന്ന് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഉരുളി ഉപയോഗിക്കലൊക്കെ കുറവാണ് ഇവിടെ ഇരിക്കരുത്. പിന്നെ ഉരുളിയൊക്കെ കഴുകിയെടുത്ത് നമുക്കിന്ന് വിറകടുപ്പിൽ നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് ബീഫ് റോസ്റ്റായിട്ട് ഉരുളിയിൽ കിടന്ന് നല്ലോണം വറ്റി നല്ല ബ്ലാക്ക് ഷെയ്ഡൊക്കെ ആയി വരും. അപ്പോൾ അതിനെല്ലാം മസാലപ്പൊടികളൊക്കെ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പിന്നെ ഇഞ്ചി ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉരലിൽ ചതച്ചിടുന്നതാണ് നല്ലത്. മിക്സിയിൽ കാര്യം നമുക്ക് ഒറ്റ കറക്ക് കറക്കുമ്പോൾ നമുക്ക് പണി കഴിയും. പക്ഷേ നമ്മുടെ ചെറിയ വീട്ടിലുള്ള ചെറിയ ഉരലില്ലേ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ടാൽ മതി. പിന്നെ സവാള അരിഞ്ഞ് പിന്നെ കല്ലുപ്പും ഇട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വേണമെങ്കിൽ ഇട്ട് ഒന്ന് തിരുമ്മി എങ്ങനെ വയ്ക്കാം കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇന്നതേ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന എല്ലാം നിരന്നെടുക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ മോട്ടർ വെച്ച് കഴുകണം. അപ്പോൾ കുറച്ച് സമയം ഞാനിങ്ങനെ ആ ബീഫ് അങ്ങനെ വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ തീ കത്തിക്കേണ്ട വിറക് കത്തിക്കുകയാണ്. അപ്പോൾ കുറച്ച് വിറക് ആശേരി പണിത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്നു കർട്ടനെ കഴിച്ചതേ മെഷീത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജീരകശാല റൈസാണ് കേട്ടോ. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ജീരകശാല റൈസ് നല്ല റൈസാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇതാണ് വാങ്ങിക്കാറ്. അപ്പോൾ അതൊന്ന് വറുത്തിട്ട് ഉപയോഗിക്കാം. ഇന്ത്യ ഗേറ്റിൻ്റെ നീളമുള്ള റൈസ് തന്നെയല്ല നമുക്ക് ചെറിയ റൈസും വാങ്ങിക്കാൻ കിട്ടും ലൂസായിട്ട്. നല്ല ഇതാണ്. നമുക്ക് 6 kg ഒഴിച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കല്യാണ വീട്ടിൽ അതേ ടേസ്റ്റിന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്തൊന്നും അല്ല ഉണ്ടാക്കണം. അത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് ഗ്യാസ് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. കുറച്ച് അങ്ങനെ അതേ എല്ലാം ഫുഡുമൊക്കെ റെഡിയായി ഞങ്ങളിതേ ഇവിടെ ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് കണ്ടില്ലേ. ബീഫ് നല്ല അധികം മൂത്തതൊന്നുമല്ല അത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടി. അപ്പോൾ നല്ല നെയ്ച്ചോറും ഇത് കളറൊന്നുമല്ല കേട്ടോ ഇതിലൊഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ചെറുതായിട്ട് കലക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് മീറ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ കണ്ടില്ലേ നല്ല ഒരു കളറും കൂടി വന്നാലേ എനിക്കൊരു ഭയങ്കര ഇഷ്ടമാവുള്ളൂ. അങ്ങനെ കളറ് ഞാൻ ചേർക്കാറില്ല, മഞ്ഞൾപ്പൊടിയാണിത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഇനിയിപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ശനിയാഴ്ചത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത ദിവസം ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകേണ്ട. അപ്പോൾ കർട്ടനൊക്കെ അവിടെയൊക്കെ അഴിച്ച് നിരത്തി എല്ലാം ഇട്ടേക്കാം. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും എടുത്തിട്ടില്ല, വെയിലത്ത് കിടക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ പോകുകയാണ്. ഉണ്ണിയുടെ കുറച്ച് അടക്കയൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ വെയിലത്ത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ഏലൂർ അൻസുവിൻ്റെ ഹൗസ് വാമിങ്ങിന് എത്തിയേക്കാണ്. ഏലൂർ ഭാഗത്തൊക്കെ നമുക്ക് റിലേറ്റീവ്സൊക്കെ അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ ആ ഭാഗങ്ങളിലൊക്കെ വരൽ കുറവാണ്. പിന്നെ നമുക്ക് ലൊക്കേഷൻ രാവിലെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അവിടെ എത്താൻ കഴിഞ്ഞു. ഇതാണ് അവരുടെ വീട്. ഇതൊക്കെ പുറത്ത് നിന്ന് ഞാൻ പിടിച്ചില്ല കേട്ടോ. പുറത്ത് നിന്ന് പിടിക്കാനും വിട്ടുപോയി. ഇതകത്തുള്ള ഭംഗി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് അൻസു. അപ്പോൾ ദുബായിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നതാണ്, ഹൗസ് വാമിങ്ങിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒത്തുകൂടലും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒത്തുകൂടലും ഇതൊക്കെയായിരുന്നു. നല്ല ഫുഡും അടിപൊളി ഫുഡും ഇതൊക്കെയായിരുന്നു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം നോക്കുമ്പോഴാണ് ഇവിടെ ഫിലിമിലൊക്കെയുള്ള സംവിധായകൻ നാദിർഷയുടെ തറവാട് അങ്ങനെ അവിടെ കണ്ടത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അൻസുവിൻ്റെ വീടും. അപ്പോൾ ഞങ്ങൾ കാർ അവിടെ ആയിരുന്നു പാർക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തപ്പോൾ കണ്ടതാണ് അങ്ങനെ. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി വൈപ്പിനിലേക്ക് പോകേണ്ട. അപ്പോൾ വൈപ്പിനിൽ പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ല. വൈപ്പിൽ ചെന്നിട്ട് നമുക്ക് ജങ്കാറിന് കൊച്ചിയിൽ പോയാലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തായാലും പോകണം, ജസ്റ്റ് ഒന്ന് എന്തായാലും ഓരയിലൊന്നൊരുത്ത്
ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ഇവിടെ പൈപ്പിൻ്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാട്ടാ. ഇവിടെ ദേ പാമ്പ് കണ്ടില്ലേ? ഇതൊക്കെ എത്ര പാമ്പുകളായിരുന്നു അറിയാമോ ഈ കല്ലിൻ്റെ ഇടയിലും ഇതൊക്കെ ഇങ്ങനെ പോണത്. ഈ 2 പാമ്പുകൾ അടുപ്പിച്ചു, തൊട്ടപ്പുറം 2 പാമ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ മേളിൽ നിന്ന് ഇത് കാണണ പേടിയാവും. താഴേട്ട് എങ്ങാനും ഫോൺ ചാടിപ്പോയാലോ നമ്മൾ ചാടിപ്പോയാലോ എന്ന് ഓർക്കൂട്ടെ ഞാൻ. പേടിയാവുമായിരുന്നു കണ്ടപ്പോൾ. അത് എന്ത് തരം പാമ്പാണെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ എന്ത് പാമ്പായാലും പാമ്പിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ആ കാഴ്ചകൾ ഇതൊക്കെ കണ്ട് പിന്നെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാമെന്ന് ഓർത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും മെട്രോ ഞങ്ങൾ നിന്നാ ക്യൂവിൻ്റെ അവിടം വരെയും ആ വാട്ടർ മെട്രോ ഫില്ലായി വിട്ടാം. പിന്നെ ഇനി കുറേ അരമണിക്കൂർ ആവണം അത്രയും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നോക്കുമ്പോഴാണ് ഇതേ ജങ്കാർ പോകാൻ വേണ്ടി വന്ന് നിൽക്കണം. പിന്നെ ഞങ്ങൾ അതിൽ കയറി ഒന്നും നോക്കിയില്ല. കാർ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ കയറിയിരിക്കുകയാണ് ചെയ്തേട്ടാ. കാർ എടുത്തില്ല. അവിടെ ചെന്നിറങ്ങിയാലും പിന്നെ കൊച്ചിയിൽ പാർക്ക് ചെയ്യാനും വെക്കാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കാർ എടുക്കാതെ പോയത്. നല്ല കാഴ്ചയായിരുന്നു കേട്ടോ ജങ്കാറിലിരുന്ന് ഇങ്ങനെ കാണാൻ. നല്ല വെയിലൊക്കെ ആയിരുന്നു ഉച്ച സമയമായതുകൊണ്ട്. പക്ഷേ എന്നാലും തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ. ഞായറാഴ്ചയാണ്. പിന്നെ അങ്ങനെ ധാരാളം ആളുകൾ ഇങ്ങനെ വണ്ടികളും പിന്നെ അല്ലാതെ വാഹനങ്ങളില്ലാതെയും ആളുകൾ ഇഷ്ടംപോലെ അതിൽ കയറിയിട്ടുണ്ടായി. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അത് അധികം നടക്കേണ്ടി ഒന്നും വന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്യാനാണ് മിക്ക ബുദ്ധിമുട്ട് അവിടെയൊക്കെ. പിന്നെ പെട്ടെന്ന് അവിടെ എത്തി. കുറച്ച് സമയം നമ്മളവിടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ കുറച്ച് സമയമായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടെ ബിനാലെ ഇതൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് കലാകാരന്മാരുടെ കരവിരുതും ഇതൊക്കെ. അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഈ ബിൽഡിങ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറേ ക്രയോണും ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വരക്കണത് അമ്മൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ട് അവരിതേ അകത്തേക്ക് കയറി ചെന്ന് കണ്ടോ. കയറി ചെന്നപ്പോൾ ഓരോരുത്തരും അവരുടെ അവിടെ പേപ്പറും കളർ പെൻസിലും അങ്ങനെ ഇതെല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. കളറിങ്ങും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വരക്കാൻ കഴിവുള്ളവർക്കൊക്കെ വരച്ച് അവിടെ ഭിത്തിയിൽ ഒട്ടിക്കാം. അപ്പോൾ അമ്മുവിന് അത് മേഖല ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാരണം അമ്മു പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് സമയം അമ്മു വരച്ച് പിന്നെ അതിലൊട്ടിച്ചിട്ടാ. അപ്പം നോക്കുമ്പോൾ അതേ പിന്നെ ക്ലേ മോഡിൽ ഉണ്ടാക്കണ ഒരു സംഭവങ്ങളൊക്കെ അതിന് ക്ലേയും ഇതൊക്കെ കൊഴിച്ച് വെച്ചിട്ടുണ്ടായി. പിള്ളേർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേർ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പലതരത്തിലുള്ള നിലവിളക്കോ പാത്രങ്ങളോ അങ്ങനെ പല സംഭവങ്ങളും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ സന്ദർശകർ കുട്ടികളും ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അമ്മ ഇതേ പിന്നെ ഒന്നും നോക്കിയില്ല. അതേ അവിടെ ഇരുന്നത് പിന്നെ വരക്കലും ഇതൊക്കെ തുടങ്ങി. കണ്ടില്ലേ? ഇതൊക്കെ കുട്ടികളും ഇതൊക്കെ വരച്ച് വെച്ചതായിരിക്കാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് 5 മണിക്ക് അവിടെ എന്തോ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഇതേ ഇങ്ങനെ കുറേ യുവാക്കൾ ഇങ്ങനെ വന്ന് നിന്ന് ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്. ഇതെന്താ സംഭവമൊന്നും നമുക്ക് കൂടുതൽ എനിക്ക് മനസ്സിലായില്ല. കുറച്ച് നേരം പിന്നെ അവിടെ സായിപ്പും ഇതൊക്കെ വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യണ്ടായി. അപ്പോൾ അത് കണ്ട് ഞാനും പിന്നെ കുറച്ച് നേരം വീഡിയോ ഒക്കെ ചെയ്തു. അപ്പോഴത്തേക്കും എന്തേ അമ്മു വരച്ചൊക്കെ കഴിച്ചതേ ഒട്ടിക്കലും കഴിച്ചു. അമ്മ പണ്ട് നഴ്സറിയിലെ പിള്ളേർ വരച്ച ആ ഒരു ഓർമ്മ ഓർത്ത് അത് വരച്ച് അവിടെ ഒട്ടിച്ച് നിട്ടാ. അമ്മുവിൻ്റെ ഫേവറേറ്റ് വരയാണ് ഇതൊക്കെ. അത് കഴിഞ്ഞതേ ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇടുന്നപ്പോഴുണ്ട് ഇതേ കണ്ടില്ലേ ആളുകളൊക്കെ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരും അതുപോലെ പുറത്ത് നിന്നത്. ഇവിടെയാണ് ക്ലേ മോഡലൊക്കെ ഉണ്ടാക്കുന്നത്. ക്ലേ വച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ഭംഗിയുള്ളതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുട്ടികളും ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നതും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിനി ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നോക്കുമ്പോൾ ഒരു ചേട്ടൻ ഉണ്ട് കേട്ടോ. ഒരു ലേഡീസിൻ്റെ സൗണ്ടിൽ പാട്ടുപാടി ഇങ്ങനെ എന്തോ സഹായത്തിന് വേണ്ടിയൊക്കെ ചികിത്സാ സഹായത്തിന് വേണ്ടിയൊക്കെയുള്ള മിക്ക സ്ഥലങ്ങളിലും കാണാമല്ലോ അങ്ങനെ ഇത്. പിന്നെ അതേ നോക്കുമ്പോൾ അതേ പതിവുള്ള മീനിൻ്റെ കാഴ്ചകൾ. പഴയ മീനാണോ പുതിയ മീനാണോ ഒന്നും അറിയില്ല. കുറച്ച് ഞണ്ട് കിടന്ന് പിടക്കുണ്ടാവും കേട്ടോ. അങ്ങനെ തന്നെ. പിന്നെ ആരും അങ്ങനെ അധികം മീൻ വാങ്ങിക്കണേ അങ്ങനെയൊന്നും കണ്ടില്ല. അപ്പോൾ ബിരിയാണിയൊക്കെ അൻസുവിൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ട് വന്ന് ഭയങ്കര ദാഹം മാറണമെങ്കിൽ ഇടയ്ക്ക് ചെറിയ കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ നമുക്ക് ദാഹം മാറും. അപ്പോൾ ഞാൻ അമ്മുവിൻ്റെ അടുത്ത് പറയായിരുന്നു 2 കോഫി വാങ്ങിക്കാൻ. അമ്മു ദേ 2 വാങ്ങിച്ച് ഞങ്ങളിവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയൊക്കെ അതേ എവിടേക്കോ അലഞ്ഞ് നടക്കേണ്ട എവിടേക്കോ നോക്കി നടക്കുകയാണ്. ഞങ്ങൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ കമ്മലുകൾ ഓർണമെൻറ്റ്സ് ആ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോൾ ഉണ്ണി വേറെ എന്തെങ്കിലും സെക്ഷനിലേക്ക് പോകും. അങ്ങനെ 2 പേരും തമ്മിൽ അകന്നു പോകും കേട്ടോ. പിന്നെ വിളിച്ച് എവിടെയെന്നൊക്കെ ചോദിച്ചും പറഞ്ഞും ഒരുമിച്ച് ഇപ്പം ഞങ്ങളിതേ ഇവിടെ എത്തിയൊക്കെയാണ്. ബീച്ചിൻ്റെ സൈഡിലെത്തി. ഇവിടെ നോക്കുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ വല വീശി മീൻ പിടിക്കുകയൊക്കെ ചെയ്യേണ്ടായിരുന്നു. നല്ല കിടന്ന് പെടുക്കണയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ചില വലയിൽ നല്ലോണം കിട്ടുണ്ടായി, ചിലർക്കൊന്നും കിട്ടുണ്ടായില്ല. അങ്ങനെ ചില സ്ഥലങ്ങളിലാണ് കൂട്ടത്തോടു കൂടി വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചേട്ടൻ കുറച്ച് മണങ്ങൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുള്ളുള്ള മീനില്ലേ മണങ്ങ്.
പക്ഷേ ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കിടന്ന് പിടക്കണ മീൻ അത്. പക്ഷെ ആരും അങ്ങനെ ചോദിക്കുകയൊന്നും ചെയ്യണില്ല. ചേട്ടൻ കുറേ ഇങ്ങനെ പിടിച്ചിട്ട് താഴെ വീണത് ഒരു കവറിൽ പെറുക്കി കൊണ്ടുപോണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ വിൽക്കാൻ വേണ്ടി വയ്ക്കുമായിരിക്കും. സായിപ്പന്മാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കൊച്ചിയിൽ. അന്നും ഇന്നും എന്നും സായിപ്പന്മാർ കൊച്ചിയിൽ ഇഷ്ടം പോലെ സായിപ്പന്മാരുണ്ടാകും. ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്ത് കാണാനാണ് ഇവർ ഈ അമേരിക്കയിൽ നിന്ന് എവിടെ നിന്ന് ഇറ്റലിയിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും ഇവർ വന്ന് നിൽക്കണേന്ന് വിചാരിക്കും കേട്ടോ. ഈ ആകെ വൃത്തികേടായിട്ട് എടുക്കുന്ന സ്ഥലം കാണാനാണോ ഇവർ വന്ന് നിൽക്കണേന്ന് ഞാൻ ഓർക്കും. കണ്ടില്ലേ സായിപ്പും മദാമയും മന്ന രംഗങ്ങളൊക്കെ കണ്ട ചുറ്റും ആകെ വേസ്റ്റും സാധനങ്ങളും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡോഗ്സിൻ്റെ കൂട്ടങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പം നമ്മളിനിയിപ്പോൾ ഒരുപാട് വൈകുന്നില്ല. അതേ ഇവിടുന്ന് വെള്ളവും കുടിച്ച് അങ്ങനെ നോക്കുമ്പോഴാണ് അതേ ഒരു വണ്ടിയുടെ ഇങ്ങനെ ഒരു ബാഗിൽ വെച്ച് ഒരു ആൾ പോണത് കണ്ട. ഇത് പപ്പിയാണോ പൂച്ചയാണോ എന്ന് സംശയം. പൂച്ചയാണെന്ന് തോന്നണേ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞത് ഇനിയിപ്പോൾ നമ്മളിനിയിപ്പോൾ അധികം നേരം നിൽക്കാനുള്ള ജങ്കാറുതി വരുന്ന നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ജങ്കാറിൻ്റെ കണ്ട് നമുക്ക് 4 പേർക്കെങ്ങാണ്ട് 12 രൂപ അങ്ങനെയെങ്ങോ ആവുള്ളൂ എന്ന് തോന്നുന്നുണ്ടാ ജങ്കാറിൻ്റെ ഫീസ്. അപ്പോൾ അതെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരെണ്ണം ഉണ്ടായുള്ളൂ. ഇപ്പോൾ വൈകിട്ടായപ്പോൾ തിരക്ക് കൂടി ഇപ്പോൾ അതേ വേറെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വേറെ ഉണ്ടായിരുന്നു അവിടെ സർവീസ് നടത്തണ്ടായി. അപ്പോൾ അതേ ഞങ്ങളിതേ ഓടി കയറിയിട്ട് ഞങ്ങൾ സീറ്റ് പിടിച്ച് അതിലിരുന്നു. പിന്നെ അതേ വാഹനങ്ങളായി ഓരോന്നായി ഇങ്ങനെ വന്ന് കയറി പറയണ നേരം കൊണ്ട് അവിടെ എത്തും കേട്ടോ. നമ്മൾ ഇന്നിരുന്ന് അപ്പം തന്നെ എത്തും. വെയിലൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ വെയിലൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പൈപ്പിൽ വന്നാൽ എന്തായാലും നല്ല മീൻ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ നമുക്ക് നോക്കി വാങ്ങിക്കാം. അപ്പോൾ അതിന് വേണ്ടി പോകുക കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞാൻ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു. അപ്പോഴേക്കും ഉണ്ണി എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ ഞാൻ വാങ്ങിച്ചതൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അയിലപ്പാര വാങ്ങിച്ചു. പിന്നെ എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചാള വാങ്ങിച്ചു. പിന്നെ വേറെ എന്തോ ഒരു മീനും കൂടി വാങ്ങിച്ചു. എന്താണെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. ഫ്ലോപ്പി നല്ല ഫ്രഷ് ഫ്ലോപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് നമുക്ക് നന്നാക്കി ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടാണ്. അപ്പോൾ എൻ്റെ വീക്കെൻഡ് വിശേഷങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിലൂടെയൊക്കെ വരാട്ടോ. ഇനിയിപ്പോൾ അതേ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കർട്ടൻ ഇതൊക്കെ അതേപോലെ തന്നെ കിടക്കുകയായിരിക്കും. അതൊക്കെ എടുത്തിടണം.